അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞോടും സ്നേഹത്തോടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ പേര് ബെനീറ്റ ടൈസൺ. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു. 2024 മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയാണ്. 2.5 വയസ്സായിട്ടും അവൻ അമ്മ എന്നൊരു വാക്ക് പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിച്ചായിരുന്നു. ഒരു രീതിയിലും അവൻ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്പീച്ച് തെറാപ്പിയിൽ കൊണ്ടുപോയി ഒരുപാട് തവണ നമ്മൾ തന്നെ പരിശ്രമിച്ച് ഒരുപാട് സംസാരിപ്പിക്കാൻ നോക്കി. പക്ഷേ എന്നിട്ടും ഇവനൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കരുതിയത് കുറച്ച് കഴിയുമ്പോൾ റെഡിയാവുമെന്നാണ്. പക്ഷേ ഒരു വിധത്തിൽ കുഞ്ഞിലൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എന്നും അവൻ്റെ നാവിലും നെറ്റിയിലും ഉടമ്പടി തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവൻ സംസാരിക്കുമെന്ന്. പക്ഷേ എൻ്റെ മെറിറ്റ് അവസാനിച്ചെടുത്ത്, അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചിട്ട് പരാജയമായിരുന്നു അതിൻ്റെ ഫലമെല്ലാം. പക്ഷേ ദൈവം ഒരു ദിവസം ഇവനെ തൊടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോടെയാണ് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ ഇവനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് അച്ഛൻ ഇവൻ്റെ കഴുത്തിൽ 7 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി 7 തവണ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞ് നന്നായിട്ട് നീ ഉള്ളുരുകി ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പോലും അറിയാണ്ട് ഭയങ്കര വലിയ മാറ്റങ്ങളാണ് ഇതിൽ സംഭവിച്ചത്. ഇവനെ അമ്മ എന്ന വാക്ക് പറയാൻ തുടങ്ങി. നമ്മൾ പറയാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊട്ട് സങ്കല്പിക്കില്ല ഇവനിത് പറയുമെന്ന് ഈ ഒരു പ്രായത്തിൽ. അങ്ങനെ ഇവൻ സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പാട്ടുകൾ പാടാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്ത് കുട്ടിയത് പറയാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര വലിയ മാറ്റമായിരുന്നു ഇവനിൽ സംഭവിച്ചത്. അത് എൻ്റെ യോഗ്യതയാൽ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാത്തത് ദൈവത്തിൻ്റെ കരുണയാലാണ് സംഭവിച്ചത്. അമ്മയുടെ മധ്യസ്ഥ വഴി അവന് ലഭിച്ച വലിയ സൗഖ്യത്തിന്, ഈശോ അവനെ തൊട്ട വലിയൊരു ദൈവാനുഭവത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയാണ്.